എമ്പുരാൻ്റെ കളക്ഷൻസ് വെറും തള്ളാണോ? ഇപ്പം എയറിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഹോട്ട് ടോപ്പിക് എന്ന രീതിയിൽ ഈ ഒരു കാര്യം ഇഗ്നോർ ചെയ്യാൻ തീർച്ചയായിട്ടും എന്നെ കൊണ്ട് പറ്റിയില്ല. സോ ടുഡേ വി ആർ ഡിസ്കസിങ് സം ഫാക്ട്സ് അബൌട്ട് ദ കളക്ഷൻസ് ഓഫ് എംപുരാൻ L2. വെൽക്കം ബാക്ക് ടു ജോഡസ് PK. സാധാരണഗതിയിൽ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമ തിയേറ്ററിൽ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുമ്പം എതിർവശത്തുള്ളവർ അത് വെറും ഗുണ്ടാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കളക്ഷൻ റെക്കോർഡുകളൊക്കെ വെറും ഫേക്കാണ് എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നത് ഒരു പുതിയ സംഭവമൊന്നുമല്ല. അത് കുറേ കാലങ്ങളായിട്ട് മലയാള സിനിമയിലും മറ്റുള്ള പല പ്രമുഖ സിനിമ ഇൻഡസ്ട്രീസിലൊക്കെ കണ്ടുവരുന്നൊരു കാഴ്ചയാണ്. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എംപുരാൻ L2 എന്നുള്ള ഇപ്പോൾ തിയേറ്ററുകളിൽ ആഘോഷമായി മാറിയിരിക്കുന്ന ഒരു സിനിമയുടെ യഥാർത്ഥ കളക്ഷൻ റിപ്പോർട്ടുകളാണ്. ഇന്ത്യയിൽ റിലീസാവുന്ന ഇന്ത്യൻ സിനിമകൾ, ഒപ്പം ഗ്ലോബൽ സിനിമകൾ, ഇവരുടെയൊക്കെ ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡുകൾ കളക്ട് ചെയ്യുന്ന, എക്സിബിറ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് സാക്നിൽക്ക്. ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ പ്രോമിനൻറ്റ് മീഡിയ ഹൗസുകളും ഈ ഒരു പ്ലാറ്റ്ഫോമിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഈ പറയുന്ന ഡേറ്റ കളക്ട് ചെയ്തിരിക്കുന്നത് സാക്നിൽക്ക് നിന്നുമാണ്. സാക്നിൽക്കിൻ്റെ റെക്കോർഡ് പ്രകാരം എംപുരാൻ്റെ ഇതുവരെയുള്ള കളക്ഷൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ടോട്ടൽ 230 കോടി രൂപയാണ്. ഈ 230 കോടി എങ്ങനെ ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് അല്ലെങ്കിൽ ഒരു മലയാളം സിനിമയ്ക്ക് കളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇനി. വെരി സിമ്പിൾ. ഇന്ത്യ ഗ്രോസ് ആയിട്ട് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഇതുവരെ 98 കോടിയാണ്. അതായത് ഇത്രയും നാളായിട്ടും 100 കോടി കളക്ഷൻ ഈ സിനിമയ്ക്ക് നേടാൻ പറ്റിയിട്ടില്ല. പക്ഷേ മറ്റുള്ള ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള സിനിമകളുടെ മുകളിലാണ് ഈ ഒരു സിനിമയുടെ, അതായത് എംപുരാൻ്റെ ഓവർസീസ് കളക്ഷൻ എന്ന് പറയുന്നത്. 130 കോടിയുടെ മുകളിലാണ് എംപുരാൻ്റെ ഓവർസീസ് കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓവർസീസ് കളക്ഷൻ്റെ ബലത്തിലാണ് എംപുരാൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ 230 കോടിയിൽ എത്തി നിൽക്കുന്നത്. ഇനി ഇപ്പോൾ ഈ ഡേറ്റ നിങ്ങൾ കേൾക്കുമ്പോൾ നാച്ചുറലി ഇതും തട്ടിപ്പായിരിക്കും, ഇത് ആൻ്റണി പെരുമ്പാവൂരിൻ്റെ വെബ്സൈറ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളാൻ വരുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമുക്ക് ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള കുറച്ച് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള സിനിമകളുടെ കളക്ഷൻ റെക്കോർഡുകൾ പരിശോധിക്കാം. ആശീർവാദ് തന്നെ നിർമ്മിച്ചിട്ടുള്ള സിനിമകളും ഇതിനകത്ത് വരുന്നുണ്ട്. മലൈക്കോട്ട വാലിബൻ ആശീർവാദിൻ്റെ സിനിമയല്ല. ഈ ഒരു സിനിമയുടെ കളക്ഷൻ റെക്കോർഡ് സാക്നിൽക്കിൽ അവൈലബിൾ ആണ്. വെറും 29 കോടി 75 ലക്ഷമാണ് ആ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം മോഹൻലാലിൻ്റെ തന്നെ തൊട്ട് മുമ്പ് റിലീസായിട്ടുള്ള ബറോസിൻ്റെ കളക്ഷൻ, ആശീർവാദിൻ്റെ തന്നെ സിനിമയാണ്. വെറും 15 കോടി രൂപയാണ് സാക്നിൽക്കിൻ്റെ കണക്ക് പ്രകാരം ബറോസ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ മോഹൻലാൽ എന്നുള്ള നടൻ്റെ കണക്കുകൾ മാത്രം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ക്രിട്ടിസൈസ് ചെയ്യാൻ വരുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. മമ്മൂട്ടി എന്ന മഹാനടൻ്റെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സമയമാണ്. അപ്പം മമ്മൂട്ടിയുടെ ഏറ്റവും സക്സസ്ഫുൾ ബോക്സ് ഓഫീസ് തിയേറ്ററിക്കൽ ഫിലിം എന്ന് പറയുന്നത് ഭീഷ്മപർവമാണ്. ഭീഷ്മപർവത്തിൻ്റെ സാക്നിൽക്കിൻ്റെ കണക്കുകൾ പ്രകാരമുള്ള കളക്ഷൻ എന്ന് പറയുന്നത് 88 കോടി രൂപയാണ്. ഇനി മോഹൻലാലിൻ്റെ എംപുരാൻ ഒഴികെയുള്ള മറ്റേത് സിനിമ എടുത്തു കഴിഞ്ഞാലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒരു സിനിമ എന്ന് പറയുന്നത് നേരാണ്. ആ സിനിമയുടെ കളക്ഷൻ ഈ ഒരു റെക്കോർഡ് പ്രകാരം, സാക്നിൽക്കിൻ്റെ കണക്ക് പ്രകാരം 85 കോടി രൂപയാണ്. ഇനി ഇതിലും ഡീറ്റെയിൽഡ് ആയിട്ട് കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയണം എന്ന ആഗ്രഹമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ സാക്നിൽക്കിൻ്റെ ലിങ്ക് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് പോയിട്ട് എംപുരാൻ ഓരോ ദിവസവും എത്രത്തോളം കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇന്ത്യയിലെ ഏതൊക്കെ സ്റ്റേറ്റിലാണ് എംപുരാൻ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്, ഓവർസീസിൽ ഈ പറഞ്ഞ പോലെ കളക്ഷൻ എത്രത്തോളം വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് സാക്നിൽക്കിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പം ഒരു കാര്യം തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. എംപുരാൻ്റെ കളക്ഷനിൽ കാര്യമായിട്ടുള്ള ഒരു കുറവ് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് വന്നിട്ടുണ്ട്. അതായത് തുടക്കത്തിലുള്ള ആദ്യത്തെ 6 ദിവസത്തെ പെർഫോമൻസുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ടുള്ള എംപുരാൻ്റെ കളക്ഷൻ കുറച്ച് താഴെ തന്നെയാണ്. അത് താഴോട്ട് തന്നെ പോകാനാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കാണുന്നത്. സോ അപ്രോക്സിമേറ്റ്ലി ഒരു 260-270 കോടി എന്നുള്ളൊരു ടാർഗറ്റാണ്, അല്ലെങ്കിൽ എന്നുള്ളൊരു നമ്പേഴ്സാണ് ഇപ്പം എംപുരാന് പ്രഡിക്ഷനിൽ ഇപ്പം നിൽക്കുന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇതെൻ്റെ ഫസ്റ്റ് ബോക്സ് ഓഫീസ് ഡേറ്റ കളക്ഷൻ എപ്പിസോഡായിരുന്നു. അപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ like, share and subscribe. And with that, I conclude today's episode. Thank you very much. It's bye from JodeSPK.